പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടുകൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കിയതോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിച്ച് നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ രക്ഷ നഷ്ടമാകുമോ എന്ന ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടാകാം. അതുകൊണ്ട് അതിനോടുള്ള ബന്ധത്തിലുള്ള ഒരു ചെറിയ ക്ലാസ്സാണ് ഇന്ന് നിങ്ങൾക്ക് തരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം, അങ്ങനെ പലർക്കും സംശയം കാണിയല്ല, എന്നാൽ പലർക്കും ഈ വിഷയത്തിൽ സംശയം കണ്ടേക്കാം. ആ സംശയ നിവാരണം വരുത്തുക ദൈവവചനത്തിലൂടെ എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ ഈ ക്ലാസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. അപ്പോൾ നമ്മൾ ഈ രക്ഷ നഷ്ടപ്പെടുമെന്ന് പഠിപ്പിക്കുന്ന ഒരു വലിയ കൂട്ടം ജനമുണ്ട്. അനേക സംഘടനകൾ പോലും അങ്ങനെയൊക്കെ പഠിപ്പിക്കുന്നത്. എന്നാൽ തിരുവചനം പറയുന്നത്, പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അവരുടെ രക്ഷ നഷ്ടമാകുകയില്ല. ഇത് വലിയ ഗഹനമായ ഒരു സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടോ എന്നുള്ളതാണ് വിഷയം. രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആ രക്ഷ തികച്ചും ഭദ്രമാണ് എന്നാണ് നമുക്ക് തിരുവഴുത്തിൽ വായിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ രക്ഷ ഭദ്രമായിരിക്കാൻ കാരണം രക്ഷയുടെ ഉടമസ്ഥൻ ദൈവമാണെന്നുള്ളതാണ്. രക്ഷയുടെ ഉടമസ്ഥൻ ദൈവമാണ്. കാരണം നമുക്കറിയാം, യെശയ്യാപ്രവചനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ യഹോവ എൻ്റെ രക്ഷയാണ്, ദൈവമാണ് എൻ്റെ രക്ഷ. അപ്പോൾ ദൈവം നമ്മുടെ രക്ഷയാകുന്നുവെങ്കിൽ ആ രക്ഷ ദൈവത്തിന് മാറ്റമില്ല. അതുകൊണ്ട് നമ്മുടെ രക്ഷയ്ക്ക് മാറ്റമുണ്ടാകില്ല. ഇത് നമ്മളത് ശരിയായ നിലയിലൊന്ന് മനസ്സിലാക്കുന്നത്, അതിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ സഹായത്തോടെ അത് കാര്യങ്ങൾ ഗ്രഹിക്കുന്നത് എത്ര കാര്യമാണ്. അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ വ്യക്തി ദൈവകരങ്ങളിൽ ഭദ്രമായി തീർന്നു എന്നാണ്. അവൻ ദൈവത്തിന്റെ ഉടമസ്ഥാവകാശത്തിൽപ്പെട്ടവനായി തീർന്നു എന്നാണ്. അവന്റെ ഉടമസ്ഥനായി ദൈവം തീർന്നിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ കരങ്ങളിലായിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുമ്പോഴുള്ള ഏറ്റവും വലിയ കാര്യം. ഞാനൊരു വളരെ വിലപ്പെട്ട ഒരു കാര്യം, രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് കിട്ടുന്ന 4 അനുഗ്രഹങ്ങളെ ആദ്യമായിട്ട് ഞാൻ പറയുമ്പോൾ തന്നെ സാമാന്യ നിലയിലുള്ള നിങ്ങളുടെ എല്ലാ സംശയവും മാറിക്കും. ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാ, നിങ്ങളുടെ രക്ഷ നഷ്ടമാകുമോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, രക്ഷിക്കപ്പെടുന്ന സമയത്ത് തന്നെ കർത്താവ് നമ്മളിൽ ചെയ്ത 4 അനുഗ്രഹങ്ങൾ, 4 കാര്യങ്ങളുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ പിന്നീട് നിങ്ങൾക്ക് ഇതിൽ ഒട്ടും സംശയം ഉണ്ടായില്ല. അത് ഞാൻ പറയാം. അത് 4 കാര്യങ്ങൾ. ഒന്ന്, രക്ഷിക്കപ്പെട്ട സമയത്ത് തന്നെ നമുക്ക് ആത്മസ്നാനം ലഭിച്ചു. നോക്കണേ. രണ്ടാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് നമുക്ക് ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. മൂന്നാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ നമുക്ക് ആത്മാവിലുള്ള മുദ്ര ലഭിച്ചു. നാലാമത്തെ കാര്യം, രക്ഷിക്കപ്പെട്ട അതേ നിമിഷം തന്നെ നമുക്ക് ആത്മാവിനെ അച്ചാരമായിട്ട് ലഭിച്ചു. നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാൻ കഴിയുമോ? ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക. ഒന്ന്, രക്ഷിക്കപ്പെട്ട അതേ സമയം നിങ്ങൾ ആത്മാവിനാൽ സ്നാനമേൽക്കപ്പെട്ടു. 2, രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ നിങ്ങളെ ആത്മാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടു. 3, നിങ്ങൾ രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ദൈവം നിങ്ങളെ ആത്മാവിൽ മുദ്ര ചെയ്തു. 4, രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ നിങ്ങൾക്ക് ആത്മാവിനെ അച്ചാരമായിട്ട് ലഭിച്ചു, അഡ്വാൻസ്. ഈ 4 കാര്യവും യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയിൽ അതേ സമയത്ത് തന്നെ, അത് ചില ദിവസങ്ങൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ വർഷങ്ങൾക്ക് ശേഷമോ അല്ല, രക്ഷിക്കപ്പെട്ട അതേ സമയത്ത് തന്നെ ഈ 4 കാര്യവും നടന്നു. ഇത് തന്നെ നമ്മളൊന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര ധൈര്യം കിട്ടും മനസ്സിലാക്കണം. ഞാൻ അതിനെ ഒന്നുകൂടെ ചെറുതായിട്ട്
ആ 4 കാര്യങ്ങളെയും അല്പം കൂടി ഒന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം ആത്മസ്നാനം. നമുക്കറിയാം, നമ്മൾ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു എന്നാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 47-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത്. ശ്രദ്ധിക്കണം, രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ രക്ഷിക്കുന്നത് കർത്താവാണ്, സഭയോട് ചേർക്കുന്നത് കർത്താവാണ്, സഭയെ പണിയുന്നത് കർത്താവാണ്, സഭ കർത്താവിൻ്റെതാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ ഈ സഭ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? സഭ കർത്താവിൻ്റെ ശരീരമാണ്. അപ്പോൾ കർത്താവിൻ്റെ ശരീരത്തോട് കർത്താവ് ഒരു വ്യക്തിയെ ചേർക്കുമ്പോൾ ചെയ്യുന്ന കാര്യമാണ് ആത്മസ്നാനം എന്നാണ് നമുക്ക് 1 കൊരിന്ത്യർ അതിന്റെ 12-ാം അധ്യായം 13-ാം വാക്യത്തിൽ വായിക്കാൻ കഴിയുന്നത്. ഞാനത് വായിക്കാം. യഹൂദരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. നോക്കണം, അപ്പോൾ നമ്മളെല്ലാവരും ഏക ശരീരമാകുമാറ്. അപ്പൊ സഭ എന്താണ്? സഭ കർത്താവിന്റെ ശരീരമാണ്. അപ്പൊ നമ്മള് ദൈവം യൂണിവേഴ്സൽ ചർച്ച്, അപ്പോൾ സാർവത്രിക സഭ നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അപ്പം നമ്മുടെ കൂട്ടായ്മ ഒരു സഭ എന്ന് പറയുമ്പോൾ ലോക്കൽ ചർച്ച് എന്ന് പറയുമ്പോൾ അവിടെ രക്ഷിക്കപ്പെടാത്തവരും പലരുണ്ട്, രക്ഷിക്കപ്പെടാതെ തന്നെ സ്നാനമേറ്റിട്ട് കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന പലരുണ്ട്. ഇവരൊന്നും സാർവത്രിക സഭയുടെ അംഗങ്ങളല്ല. എന്നാൽ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സാർവത്രിക സഭയുടെ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ അംഗമായി മാറി. അവരെ ആ അംഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രക്രിയയ്ക്ക് പറയുന്ന കാര്യമാണ് ആത്മസ്നാനം. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? എന്തിനാണ് ആത്മസ്നാനം? ക്രിസ്തുവിന്റെ ശരീരമാം സഭയോട് ചേർത്ത് പണിയുവാൻ ദൈവം തരുന്നതാണ് ആത്മസ്നാനം. അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കണം. അപ്പോൾ യഥാർത്ഥമായി വീണ്ടും ജനിച്ചവരിൽ ആരുണ്ട്? ക്രിസ്തുവിന്റെ ആത്മാവുണ്ട്. കാരണം റോമർ 8-9 വാക്യത്തിന്റെ അവസാന ഭാഗം ബി പാർട്ട്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് ദൈവം ഈ നിലയിൽ ആത്മസ്നാനത്തിലൂടെ ക്രിസ്തുവിന്റെ ശരീരമാം സഭയോട് നമ്മളെ ചേർത്ത് പണിയുക. ഇതെപ്പോൾ സംഭവിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി കർത്താവ് സഭയോട് ചേർക്കുമ്പോൾ നൽകുന്ന കാര്യമാണ് ആത്മസ്നാനം എന്നുള്ളത്. ചിലർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ അവിടെ അറിവില്ലായ്മയാണ്. ഞാൻ രക്ഷിക്കപ്പെട്ടെങ്കിലും എനിക്ക് ആത്മസ്നാനം കിട്ടിയില്ല. അയ്യോ, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തക്കവണ്ണമുള്ള ഉപദേശകന്മാരില്ലാതെ പോയല്ലോ. ഇതിനെയൊക്കെ എന്തെല്ലാം രീതിയിൽ വളച്ചൊടിച്ച് മനുഷ്യരെ കുഴപ്പിക്കുന്നു. സംശയത്തിന്റെ കുഴിയിലിട്ട് അവരെ വെള്ളം കുടിപ്പിക്കുന്നു. എത്ര കഷ്ടം! എന്നെ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൽ നിന്നും ആത്മസ്നാനം ലഭിച്ച് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയോട് നിങ്ങൾ ചേർത്ത് പണിയപ്പെട്ട് കഴിഞ്ഞു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ ഇനി ആത്മസ്നാനത്തിന് വേണ്ടി കാത്തിരിക്കാനോ, ആത്മസ്നാനം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാനോ, ആത്മസ്നാനത്തിനു വേണ്ടി ഉപവസിക്കാനോ ഒന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചറിയിക്കണേ. എവിടെയെങ്കിലും ഞാനിനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെ തിരുത്താമല്ലോ. ഇല്ലാത്ത ഒരു കാര്യം പറഞ്ഞ് മനുഷ്യനെ വഞ്ചിക്കരുതേ, അത് വലിയ ശിക്ഷാവിധി വരുത്തി വയ്ക്കും. അതുകൊണ്ട് ഇവിടെ ഒന്നാമത്തെ കാര്യം, നമ്മുടെ രക്ഷയുടെ ഭദ്രതയുടെ ഏറ്റവും വലിയൊരു കാര്യം, നമ്മൾ രക്ഷിക്കപ്പെട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്!
ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാഭിഷേകം. ഈ പരിശുദ്ധാത്മാഭിഷേകം എന്നുള്ളത് നമുക്കറിയാം, അഭിഷേകം എന്നത് ഒരു ഔദ്യോഗിക നിയമന കർമ്മമാണ്. ഒരു ഔദ്യോഗിക നിയമന കർമ്മമാണ്. രക്ഷിക്കപ്പെട്ട എല്ലാവരും അതേ സമയത്ത് തന്നെ അഭിഷിക്തരാണെന്ന വചനം പറയുന്നത്. നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് ഈ ക്ലാസ് എടുത്തതായതുകൊണ്ട് എല്ലാ റെഫറൻസും എടുത്ത് ഞാൻ വായിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പുതുതായിട്ട് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കത് വായിക്കാൻ വേണ്ടി ഞാൻ ആ റെഫറൻസുകൾ പറയാം. എന്നാ 2 കൊരിന്ത്യർ 1:21, 2 കൊരിന്ത്യർ 1-ാം അധ്യായം 21-ാം വാക്യം, യോഹന്നാന്റെ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 20-ാം വാക്യവും 27-ാം വാക്യവും. ഈ 3 വാക്യങ്ങളാണ് പരിശുദ്ധാത്മാഭിഷേകത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ. അപ്പോൾ ഇത് രക്ഷിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ നടക്കുന്ന കാര്യമാണ്. വളരെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അഭിഷേകം എന്നത് ഒരു ഔദ്യോഗിക നിയമന കർമ്മമാണ്. നമുക്കറിയാം, പഴയ നിയമത്തിൽ 3 നിലയിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകം അഭിഷേകം ചെയ്തിരുന്നു. എന്തിനൊക്കെ വേണ്ടിയിട്ടാ? 1 പുരോഹിതനാകുവാൻ, 2 രാജാവാകുവാൻ, 3 പ്രവാചകനാകുവാൻ. ഈ 3 കാര്യങ്ങൾക്കുള്ള പ്രത്യേകമായിരിക്കുന്ന അഭിഷേകം ചെയ്യപ്പെട്ടിരുന്നു. അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് ആ ശുശ്രൂഷകൾ ചെയ്തിരുന്നത്. ഞാൻ അതിന്റെ റെഫറൻസ് നിങ്ങൾക്ക് തരാം. കാരണം എന്താ വെച്ചാൽ ഇതിന് മുൻപ് ആ ക്ലാസ് എടുത്തിട്ടുള്ളതുകൊണ്ടാണ്. പുതുതായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ആ റെഫറൻസ് ഞാൻ പറയാം. പിന്നെ പുരോഹിതനാകാൻ വേണ്ടിയിട്ടുള്ള അഭിഷേകം, ലേവി വ്യവസ്ഥ 8:12. ലെവിറ്റൻസ് ലേവി വ്യവസ്ഥ 8:12. രാജാവാകാൻ വേണ്ടിയിട്ട് 1 ശമൂവേൽ 16:13. അതിനോടൊപ്പം തന്നെ അതിന്റെ 15:1. 1 ശമൂവേൽ 16:13, 1 ശമൂവേൽ 15:1. പ്രവാചകനാകുവാൻ 1 രാജാവ് 19:16. 1 രാജാവ് 19:16. അപ്പോൾ ഈ നിലയിൽ പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള 3 നിലയിലുള്ള ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവരെ അഭിഷേകം ചെയ്തിരുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ, പുതിയ നിയമത്തിൽ രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും പ്രവാചകന്മാരാണ്, പുരോഹിതന്മാരാണ്, രാജാക്കന്മാരാണ്. എല്ലാവരും അഭിഷിക്തരാണ്. രക്ഷിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തി അഭിഷിക്തനല്ല എന്ന് പറയാൻ കഴിയില്ല. രക്ഷിക്കപ്പെട്ട നാം എല്ലാവരും അഭിഷിക്തരാണെന്നാണ് ദൈവത്തിന് വചനം പറയുന്നത്. നമുക്കറിയാമല്ലോ, 1 പത്രോസ് 2:9, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. നോക്കണം, രക്ഷിക്കപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നിങ്ങളിൽ ചിലർ എന്നല്ല. നിങ്ങളൊരു 50%, 60%, 80%, 90% അല്ല, 100% എല്ലാവരും രാജകീയ പുരോഹിത വർഗമാണ്. രാജാക്കന്മാരും പുരോഹിതന്മാരും. അത് നമുക്ക് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യത്തിലും നമുക്ക് കാണാൻ കഴിയും. പിതാവായ ദൈവത്തിന് അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അതേ കാര്യം അതിന്റെ 5-ാം അധ്യായം, വെളിപ്പാട് 5-ാം അധ്യായം അതിന്റെ 9-ഉം 10-ഉം വാക്യത്തിൽ സകല ഭാഷയിലും സകല ഗോത്രത്തിലും ജാതിയിൽ നിന്നുള്ളവരെ പിതാവായ ദൈവത്തിന് പുരോഹിതന്മാരും രാജാക്കന്മാരും ആക്കി വെച്ചു. ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവത്തിന്റെ വചനം പുതിയ നിയമവിശ്വാസികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും അഭിഷിക്തരാണെന്നാണ്. നമ്മൾ നോക്കണമേ, എല്ലാവർക്കും ഒരു പ്രത്യേകമായിരിക്കുന്ന സ്വർഗീയമായ നിയമനമുണ്ട്. അവർക്ക് പ്രവൃത്തിയുണ്ട്. അവരെല്ലാവരും കർത്താവിന്റെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ്. എത്ര വലിയ കാര്യമാണ്. അപ്പോൾ ചിലര് രക്ഷിക്കപ്പെട്ട ശേഷം ഞങ്ങൾ ഉപവസിക്കുക. എന്തിനാ? അഭിഷേകത്തിന് വേണ്ടി. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ, ആത്മസ്നാനത്തെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ജനങ്ങളെ ഇട്ട് കറക്കുന്ന ഒരു കൂട്ടം കൊടും ചതിയന്മാരുണ്ട്. പ്രിയമുള്ളവരെ, അവരെ ചതിയന്മാരെന്നല്ലാണ്ട് പിന്നെ എന്നെ വിളിക്കുന്നേ? തിരുവെഴുത്തിൽ ആത്മസ്നാനത്തിന് വേണ്ടിയോ ആത്മാഭിഷേകത്തിന് വേണ്ടിയോ കാത്തിരിക്കാനോ
പ്രാർത്ഥിക്കാനോ എവിടെയെങ്കിലും തിരുവെഴുത്തിൽ ഒരു വാക്യമെങ്കിലും ഉണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. ഇല്ല പ്രിയമുള്ളവരെ, ഇത് ദൈവം ആ സമയത്ത് തന്നെ നമ്മളിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്ക് ദൈവകാര്യത്തെ കുറിച്ചുള്ള ശരിക്കുള്ള അറിവില്ലെങ്കിൽ ചതിയന്മാർക്ക് നമ്മളെ ചതിക്കാൻ പറ്റും. നിങ്ങൾ ചതിക്കുഴിയിൽ വീഴരുതേ. എന്നിട്ട് അങ്ങനെ കാത്തിരുന്നിട്ട് മറ്റേതോ ആത്മാവിനെ പ്രാപിച്ച് അങ്ങനെ സത്യത്തിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട് ഫോഷ്കിന്റെ ആത്മാവിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ കൂട്ടത്തെ ഇന്ന് ആത്മീയ കോണത്തിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം അവർ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം സത്യത്തെ വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർക്ക് ഫോഷ്ക്ക് വിശ്വസിക്കുമാറ് ദൈവം അവരിലേക്ക് ഒരു വ്യാപാര ശക്തി അയക്കുന്നു എന്ന് നമ്മൾ 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിന്റെ 10, 11, 12 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവമക്കളെ, വഞ്ചിക്കപ്പെടരുതേ. ഇങ്ങനെയുള്ളവരുടെ വഞ്ചനയിൽ കുടുങ്ങി അവര് ഫോഷ്കിന്റെ ആത്മാവിനെ പ്രാപിച്ചിട്ട് അവരെ ആത്മീയത കളിച്ച് നടക്കുക, അഭിനയിച്ച് നടക്കുക. വഞ്ചിക്കപ്പെടരുതേ ദൈവമക്കളെ. നിങ്ങൾ യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ടൊരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായും നിങ്ങൾക്ക് അതേ സമയം ആത്മസ്നാനവും ആത്മാവിന്റെ അഭിഷേകവും നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് യാതൊരു രീതിയിലും സംശയിക്കേണ്ട ആവശ്യമില്ല. മൂന്നാമത് എന്നോട് പറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ മുദ്ര. ഈ പരിശുദ്ധാത്മാവിന്റെ മുദ്ര എന്തിനെ കാണിക്കുന്നതാ? മുദ്ര ഉടമസ്ഥതയെയും ഉറപ്പിനെയും സുരക്ഷിതത്വത്തെയും കാണിക്കുന്നതാണ്. നമുക്കറിയാം, സർക്കാരിന്റെ മരങ്ങളൊക്കെ മുറിച്ച് റോഡ് സൈഡിൽ ഇടുകയാണെങ്കിൽ അതുമൊരു മുദ്ര ഉണ്ടാവും. ആ മുദ്ര കാണുമ്പോഴേ തന്നെ അതിൽ ആരും തൊടിയല്ല. കാരണം കൊണ്ടുപോയാൽ അവൻ പിടിക്കപ്പെടും, ജയിൽ പോകും. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ സ്വന്തമായി തീർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമായിട്ട് ദൈവം നമ്മൾ ചെയ്ത കാര്യമാണ് ഈ മുദ്ര, ആത്മമുദ്ര എന്നുള്ളത്. അത് രക്ഷിക്കപ്പെട്ട എല്ലാവരുടെ മേലും ദൈവം പറഞ്ഞിട്ടുണ്ട്. രക്ഷിക്കപ്പെട്ട കുറച്ചു പേരെ മാത്രം ദൈവം മുദ്ര ചെയ്ത് ബാക്കിയുള്ളവർക്ക് മുദ്രയില്ല, അങ്ങനെയല്ല. എല്ലാവരുടെ മേലും ഈ മുദ്രയുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാ ഈ മുദ്ര? ദൈവം തന്റെ സ്വന്തമാക്കി നമ്മളെ തീർത്തു എന്നുള്ളതിന്റെ ഒരു അടയാളമാണ്. മാത്രമല്ല, നമുക്ക് കർത്താവിന്റെ വരവിൽ നമ്മൾ കർത്താവിനോട് കൂടെ നമ്മൾ ചേർക്കപ്പെടും. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന്റെ ഉറപ്പായി മുദ്ര. നമുക്കത് ആ വാക്യങ്ങൾ വായിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ അതിന്റെ 1-2 വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. പിന്നെ മുദ്ര, എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി, തന്റെ മഹത്വത്തിന്റെ പൂഴ്ചയ്ക്കായി നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? വീണ്ടെടുപ്പിന് വേണ്ടി. ഒന്നുകൂടെ ശക്തമായിട്ട് പറയുന്ന ഒരു വാക്യമാണ് അതേ എഫേസ്യർ 4:30. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാണല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഈ കാര്യം മറക്കരുതേ. അത് നമ്മൾ 2 കൊരിന്ത്യർ 1:22 വായിക്കുന്നുണ്ട്. ഞാൻ എല്ലാ റെഫറൻസും എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഈ ആത്മമുദ്ര ഏറ്റവരെല്ലാവരും കർത്താവിന്റെ വരവിൽ കർത്താവിലേക്ക് ചേർക്കപ്പെടും. ഈ ആത്മമുദ്ര രക്ഷിക്കപ്പെട്ട എല്ലാവരിലും ഉണ്ടോ എന്ന് സംശയിക്കേണ്ട ആവശ്യമില്ല. ആത്മാവിൽ വീണ്ടും ജനിച്ച എല്ലാവർക്കും ഈ മുദ്രയുണ്ട്. അത് ദൈവത്തിന്റെ വചനം വളരെ അസന്നിഗ്ധമായി പറയുന്നൊരു കാര്യമാണ്. നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യശരീരങ്ങളെയും ജീവിപ്പിക്കും. നോക്കണേ, അപ്പോൾ ഈ ആത്മാവിൽ വീണ്ടും ജനിച്ച, ആത്മാവിൽ സ്നാനപ്പെട്ട, ആത്മാവിൽ അഭിഷേകം പ്രാപിച്ച, ആത്മമുദ്രയേറ്റ എല്ലാവരും കർത്താവിന്റെ വരവിൽ
മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും, ജീവിച്ചിരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്ന 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. 1 കൊരിന്ത്യർ 6:14. എന്നാൽ ദൈവം കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും തന്റെ ശക്തിയാൽ ഉയർപ്പിക്കും. കണ്ടോ, കർത്താവിനെ ഉയർപ്പിച്ചതുപോലെ നമ്മെയും ഉയർപ്പിക്കും. ഉയർപ്പിക്കുമെന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ മുദ്ര. അത് നമുക്ക് 2 കൊരിന്ത്യർ 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുന്ന, ആ കൊരിന്ത് സഭയോട് പറയുന്ന ഒരു വാക്യോടെ ഞാൻ വായിക്കാം. 2 കൊരിന്ത്യർ 2:14. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കണ്ടോ, എന്ന് വെച്ചാൽ നിങ്ങളും ഞങ്ങളും എല്ലാം കർത്താവിന്റെ വരവിൽ ഉയർപ്പിക്കപ്പെടും, അല്ലെ രൂപാന്തരം പ്രാപിച്ച് എടുക്കപ്പെടും. ഇതൊരു ക്ഷണത്തിൽ നടക്കും, നമുക്കതെല്ലാം അറിയാം. അപ്പോൾ ഈ മുദ്ര എന്തിനെ കാണിക്കുന്നു? 1, ദൈവത്തിന്റെ ഉടമസ്ഥ അവകാശത്തെ കാണിക്കുന്നു. 2, നാം വീണ്ടെടുപ്പ് നാളിൽ കർത്താവിന്റെ വരവിൽ നമ്മൾ കർത്താവിനോട് ചേർക്കപ്പെടും എന്നുള്ളതിന്റെ ഉറപ്പാണ്. ഇതിന് നമുക്ക് യാതൊരു സംശയത്തിനും ഇടയില്ല. 4-ാമത്തെ കാര്യം നമ്മൾ വായിക്കുന്നത് പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നുവെന്നാണ്. എന്താണ്? രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് അച്ചാരമായി നൽകിയിരിക്കുന്നു. നോക്കണം, അതിനും എഫേസ്യർ 1:13-14, 2 കൊരിന്ത്യർ 1:22, 2 കൊരിന്ത്യർ 5:5, ഈ 3 റെഫറൻസുകളിലും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനെ അച്ചാരമായി തന്നിരിക്കുന്നു എന്ന് നമുക്ക് വായിക്കാൻ കഴിയും. ഈ അച്ചാരം നൽകുക എന്നത് വ്യാപാര സംബന്ധമായ കാര്യമാണ്. വ്യാപാരത്തിന് പോകുമ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുക്കാന്ന് പറയുന്നേ, ഇതുപോലെ ദൈവം തന്റെ ആത്മാവിനെയാണ് നമുക്ക് അച്ചാരമായി തന്നിരിക്കുന്നത്. അതൊരു ഉറപ്പാ. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കണം, ക്രിസ്തുയേശുവിൽ നമുക്ക് തന്നിരിക്കുന്ന എല്ലാ വാഗ്ദത്തങ്ങളും അത് നമുക്ക് പ്രാപിക്കാം എന്നുള്ളതിന്റെ ഒരു ഉറപ്പാണ്. നമുക്കറിയാം, വേദപണ്ഡിതന്മാർ പറയുന്നത് ഏതാണ്ട് 8810 വാഗ്ദത്തങ്ങൾ ഉണ്ടെന്നാ. അപ്പോൾ ഈ വാഗ്ദത്തങ്ങളുടെ എല്ലാം നമുക്ക് ഉറപ്പ് ദൈവം തരിക. നോക്കണമേ, ഇത് എത്ര വിശേഷപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിൽ വീണ്ടും ജനിച്ചവരാണെങ്കിൽ നമുക്ക് വീണ്ടും ജനിച്ച അതേ സമയത്ത് ഇതൊന്നും നമുക്ക് കുറെ നാൾ കഴിഞ്ഞിട്ട് ലഭിക്കുന്ന കാര്യങ്ങളല്ല. വീണ്ടും ജനിക്കുന്ന അതേ ക്ഷണത്തിൽ, അതേ നിമിഷത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളാണ്. അപ്പൊ ഈ 4 കാര്യം തന്നെ നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണെന്ന് ഉറപ്പിക്കുന്ന കാര്യമാണ്. ഈ 4 കാര്യം ഒന്ന് മനസ്സിലാക്കിയ നിങ്ങൾ ഓർക്കുമല്ലോ. വീണ്ടും ജനിച്ച നമ്മളെല്ലാവർക്കും എന്ത് ലഭിച്ചു? പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചു, പരിശുദ്ധാത്മ അഭിഷേകം ലഭിച്ചു, പരിശുദ്ധാത്മാവിനെ മുദ്രയായി നമുക്ക് ലഭിച്ചു, പരിശുദ്ധാത്മാവിനെ അച്ചാരമായി ലഭിച്ചു. ഈ 4 കാര്യവും രക്ഷിക്കപ്പെട്ട അതേ ദിവസം, അതേ നിമിഷം നമ്മളിൽ ദൈവം ചെയ്ത കാര്യമാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും നമ്മുടെ യാതൊരു പരിശ്രമവും ഇല്ല കേട്ടോ. ഇതെല്ലാം ദൈവത്തിന്റെ പക്ഷത്തു നിന്നും ദൈവം നമ്മളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ നമുക്ക് നമ്മുടെ രക്ഷ എത്ര ഭദ്രമാണെന്ന് ഉറപ്പിക്കുന്ന കാര്യമാണ്. എന്നാൽ രക്ഷയെക്കുറിച്ച് അനേക സംശയങ്ങൾ പലർക്കും ഉണ്ട്. അപ്പം ഈ 4 കാര്യം നിങ്ങൾക്ക് ഉറപ്പ് വന്നെങ്കിൽ ഞാൻ ആ 2 സംശയങ്ങൾ, തെറ്റായ ചില ചിന്താഗതികൾ, അത് ഞാൻ നാളത്തെ ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. തെറ്റായ ചിന്താഗതികളുണ്ട്, ആ ചിന്താഗതികളെ മാറ്റുവാനായിട്ട് ഭദ്രതയെ തെളിയിക്കുന്ന ചില ന്യായങ്ങൾ, അത് ഞാൻ നിങ്ങൾക്ക് നാളത്തെ ക്ലാസ്സിൽ പറയാം. ഇന്ന് ഈ കാര്യങ്ങൾ നിങ്ങൾ വളരെ നല്ല രീതിയിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളതിനെ ശരിക്കും മനസ്സിലാക്കുക, ഈ റെഫറൻസുകളെല്ലാം എടുത്ത് ഒന്ന് ധ്യാനിക്കുക. ഇതിനെക്കുറിച്ച് എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിലും ആ സംശയം പൂർണ്ണമായി മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ രക്ഷയുടെ ഭദ്രതയുടെ ക്ലാസ് മുഴുവൻ കഴിഞ്ഞ ശേഷം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും എവിടെയെങ്കിലും സംശയമുണ്ടേ നിങ്ങൾക്ക് ചോദിക്കാം. മുഴുവൻ കഴിഞ്ഞിട്ട് ചോദിക്കാവൂ, ഇടയ്ക്ക് ചോദിക്കരുതേ. കാരണം ഈ ക്ലാസിന്റെ
ഇത് ഞാനൊരു ആരംഭമായിട്ട് പതുക്കെ വയ്ക്കുക. എന്നാൽ ഇത് വളരെ ക്ലിയർ ആയിട്ട് തിരുവചനം നമുക്ക് ഉറപ്പു തരുന്ന കാര്യമാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ രക്ഷ തികച്ചും ഭദ്രമാണ്. രക്ഷ നഷ്ടപ്പെടുന്നില്ല ഒരിക്കലും. അത് നമ്മുടേതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. അത് ഒരു കാരണവശാലും നഷ്ടപ്പെടുന്നില്ല. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി നിത്യതയോളം കർത്താവിനോടുകൂടി ആയിരിക്കും. അതുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയാണോ? നിങ്ങൾ യഥാർത്ഥമായും വീണ്ടും ജനിച്ച വ്യക്തിയാണോ? നിങ്ങൾ പാപക്ഷമ പ്രാപിച്ച വ്യക്തിയാണോ? നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെടുന്ന അതേ ക്ഷണത്തിൽ നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടും, സ്വർഗത്തിൽ എഴുതപ്പെടും. അതുകൊണ്ട് ആ കാര്യം ഉറപ്പുവരുത്തണം. എന്നിട്ട് ഈ വചനങ്ങളിൽ നിങ്ങൾ ധ്യാനിക്കണം. ദൈവമായ കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന് എല്ലാ മഹത്വം അർപ്പിക്കുന്നു.